പ്രിയ കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഈ പാഠത്തിൻ്റെ 5ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് റോൾ ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. റോൾ ഓഫ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓൾസോ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട മേന്മകൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും അതോടൊപ്പം തന്നെ അക്കൗണ്ടിങ്ങിന് പരിമിതികൾ ഉണ്ടോ എന്നുമാണ് നമ്മളിവിടെ ഈ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് കിടക്കാം. വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് അക്കൗണ്ടിങ്? അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ റോളുകളാണ് അക്കൗണ്ടിങ് വഹിക്കുന്നത്? വാട്ട് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓർ ബെനഫിറ്റ്സ് ഫ്രം അക്കൗണ്ടിങ് ഫോർ ആൻ ഓർഗനൈസേഷൻ? ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്തൊക്കെ മേന്മകളാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ നിന്ന് ലഭിക്കുന്നത്? സോ അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. ഫസ്റ്റ് point is maintenance of business records. അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബിസിനസ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. മെയിൻ്റനൻസ് ഓഫ് ബിസിനസ് റെക്കോർഡ്സ്. വി ഓൾ നോ അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് എ സയൻറ്റിഫിക് വേ ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ആസ് സച്ച്, accounting is a complete and systematic recording of all business transactions. The limitation of humans that they cannot keep all transactions in mind is overcome by accounting. അപ്പോൾ അക്കൗണ്ടിങ്ങിലൂടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളെയും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കുന്നു. പൊതുവായിട്ടുള്ള തത്വങ്ങളെ അടിസ്ഥാനമാക്കി ശാസ്ത്രീയ രീതിയിൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിലൂടെ ബിസിനസ് ഇടപാടുകളെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, മനുഷ്യന് പരിമിതികളുണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ. ബിസിനസ്സിൽ നടക്കുന്ന അനവധി ഇടപാടുകളെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഒരു ബിസിനസ്സുകാരന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അടുക്കും ചിട്ടയോടും കൂടി ഇവയെ രേഖപ്പെടുത്തി വെക്കണം. അപ്പോൾ അക്കൗണ്ടിങ്ങിലൂടെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്നു എന്നൊരു മേന്മയുണ്ട്. ദെൻ സെക്കൻഡ്ലി, പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്കൗണ്ടിങ്ങിലൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, സാമ്പത്തിക രേഖകൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ വാർഷിക കണക്കുകൾ തയ്യാറാക്കാൻ അതിലൂടെ കഴിയുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അക്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പീരിയോഡിക്കലി. ദാറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് ഇയർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിട്ടൺ റെക്കോർഡ്സ് ദാറ്റ് കൺവേ ദ ബിസിനസ് ആക്ടിവിറ്റീസ് ആൻഡ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്. It mainly include the balance sheet and also the profit and loss account. അപ്പോൾ അക്കൗണ്ടിങ്ങിലൂടെ പീരിയോഡിക്കലായിട്ട് സമയാസമയങ്ങളിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വർഷ അവസാനം തയ്യാറാക്കുന്ന സാമ്പത്തിക രേഖകളാണ്. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തയ്യാറാക്കപ്പെടുന്ന വാർഷിക കണക്കുകളാണ് ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും അവരുടെ ലാഭക്ഷമതയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും ഫിനാൻഷ്യൽ പെർഫോമൻസും കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ബിസിനസ്സിൻ്റെ സാമ്പത്തിക അവസ്ഥയും അവരുടെ ലാഭക്ഷമതയും അറിയുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ മേന്മ എന്ന് പറയുന്നത്. We know the balance sheet provides
an overview of assets, liabilities and capital of a business on a particular date. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഒരു പ്രത്യേക ഡേറ്റിലുള്ള ആസ്തി ബാധ്യതകളും ഉടമസ്ഥൻ്റെ മൂലധന മുടക്കും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. The profit and loss account focuses on a company's revenues and expenses during a particular period. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേക കാലയളവിലെ വരവ് ചെലവുകളായിരിക്കും ഇതിലുണ്ടാവുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ ഉണ്ടാവുക. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ടാണ് ബിസിനസ് ലാഭകരമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ് നഷ്ടമുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ഇത്തരത്തിലൊരു ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ തയ്യാറാക്കി ബിസിനസ്സിൻ്റെ സാമ്പത്തിക അവസ്ഥയും ബിസിനസ്സിൻ്റെ പ്രവർത്തന മികവും വിലയിരുത്തുന്നതിന് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ മേന്മ എന്ന് പറയുന്നത്. ദെൻ തേർഡ്ലി സ്പീക്കിംഗ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കമ്പാരിസൺ ഓഫ് റിസൾട്ട്സ്. കമ്പാരിസൺ സൗകര്യങ്ങൾ അക്കൗണ്ടിങ് നൽകുന്നുണ്ട്. ഒരു ബിസിനസ്സിലെ കാര്യങ്ങൾ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാനോ സഹായിക്കുന്നുണ്ട്. നമ്മൾ കാണുകയുണ്ടായി, രണ്ട് തരത്തിലുള്ള കമ്പാരിസൺ ഉണ്ട്. ഇൻ്റർഫേം കമ്പാരിസൺ ആൻഡ് ഓൾസോ ഇൻട്രാഫേം കമ്പാരിസൺ. അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. Comparison of accounts of two different enterprises for the same year is known as interfirm comparison. അപ്പോൾ ഇൻ്റർഫേം എന്ന് പറയുന്നത് സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന താരതമ്യ പഠനമാണ്. എന്നാൽ ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറയുന്നത് സ്ഥാപനങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനമാണ്. ഡിഫറെൻ്റ് എൻ്റർപ്രൈസസിൽ സെയിം ഇയറിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർഫേം കമ്പാരിസണിൽ കമ്പയർ ചെയ്യുന്നത്. ബട്ട് കമ്പാരിസൺ ഓഫ് ടു ഡിഫറെൻറ്റ് പീരീഡ്സ് ഫോർ ദ സെയിം ബിസിനസ് എൻ്റർപ്രൈസ് ഈസ് നോൺ ആസ് ഇൻ്റർഫേം കമ്പാരിസൺ. അത് സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്നതാണ് ഇൻട്രാഫോ. വിവിധ വർഷങ്ങളിലെ കാര്യങ്ങൾ, ഒരു ബിസിനസ്സിലെ തന്നെ വിവിധ വർഷങ്ങളിലെ കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യലാണ് ഇൻട്രാഫേം കമ്പാരിസൺ. The performance of the business enterprise is then compared with the predetermined goals and shortcomings, if any, can be rectified accordingly. അപ്പോൾ ഇത്തരം താരതമ്യ പഠനത്തിലൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ നിലവാരം മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവിടെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ആ ബിസിനസ് റിസൾട്ട്സിനെ കമ്പയർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നതും അക്കൗണ്ടിങ് ആണ്. സോ ഇറ്റ് ഈസ് ദ തേർഡ് അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിങ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഓഫ് റിസൾട്ട്സ്. ഹിയർ ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ ഈസ് പോസിബിൾ. ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് താരതമ്യ പഠനത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. ആൻഡ് ഫോർത്തിലി, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. സ്ഥാപനത്തിന് ഫലപ്രദമായ നടത്തിപ്പിന്, ഭരണനിർവഹണത്തിന് സഹായിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. സോ അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ദ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. അക്കൗണ്ടിങ് ഫെസിലിറ്റേറ്റ്സ് പ്രോപ്പർ ഫീഡ്ബാക്ക് ടു ദ മാനേജ്മെൻറ്റ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സമയാസമയത്ത് അക്കൗണ്ടിങ്ങിലൂടെ ലഭ്യമാണ്. As such, it helps the management in planning as well as control of different activities of the business enterprise. അപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മാനേജ്മെൻറ്റിന് അക്കൗണ്ടിലൂടെ ലഭ്യമാണ്. അതുകൊണ്ട് ബിസിനസ്സിനെ നിയന്ത്രിക്കാനും ബിസിനസ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും, പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ബിസിനസ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും ഒക്കെ അതിലൂടെ അക്കൗണ്ടിങ്ങിൽ സഹായിക്കുന്നുണ്ട്. It also helps the management to evaluate the performance of business enterprise. ബിസിനസ് സ്ഥാപനം എങ്ങനെ പോകുന്നു, ലാഭകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ അക്കൗണ്ടുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും.
This helps to take timely action to remove the shortcomings in the management. അപ്പോൾ ഇത്തരം ബിസിനസ് റിസൾട്ട്സ് കൃത്യമായിട്ട് അവലോകനം ചെയ്തുകൊണ്ട് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാനേജ്മെന്റിന് ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ അതിലൂടെ സാധ്യമാണ്. അപ്പോൾ സ്ഥാപനത്തിന്റെ ഇഫക്റ്റീവ് മാനേജ്മെന്റിന് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ആൻഡ് ഫിഫ്ത്ലി സ്പീക്കിംഗ്, ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഇൻ ലീഗൽ മാറ്റേഴ്സ്. അക്കൗണ്ടിങ് ആക്ട് ആസ് ആൻ എവിഡൻസ്, ഒരു തെളിവായിട്ട് വർത്തിക്കുന്നു. നിയമപരമായിട്ടുള്ള ഒരു തെളിവാണ് അക്കൗണ്ടിങ്. ബിസിനസ് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു തെളിവായിട്ട് മാറുന്നു അക്കൗണ്ടുകൾ. സോ ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഇൻ ലീഗൽ മാറ്റേഴ്സ്. The business transactions are recorded in the books of accounts supported by authenticated documents called vouchers. അപ്പോൾ ബിസിനസ്സിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്കറിയാം, അല്ലെ? അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തെളിവുള്ളവയായിരിക്കണം. കൃത്യമായിട്ട് വൗച്ചറുകൾ, അല്ലെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ആ ഇടപാട് നടന്നതിന്റെ രേഖയാണ് വൗച്ചർ. അത്തരം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ കണക്കിൽ രേഖപ്പെടുത്താറുള്ളൂ. അപ്പോൾ കണക്കിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് ഫയൽ ചെയ്തിട്ടുണ്ടാവും. Thus, the accounts can be used as an evidence in court of law. അപ്പോൾ കോടതിയിൽ, കോർട്ട് ഓഫ് ലോയില് അല്ലെങ്കിൽ ഒരു നിയമ കോടതിയില്, ഒരു കോടതിയിൽ തെളിവായിട്ട് അപ്പോൾ എന്താണ് ഈ അക്കൗണ്ടുകൾ പരിഗണിക്കാൻ സാധിക്കും. സോ അക്കൗണ്ട്സ് ഓൾസോ ആക്ട് ആസ് ആൻ എവിഡൻസ് ഇൻ ലീഗൽ മാറ്റേഴ്സ്. ആറാമതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ റൈസിംഗ് ലോൺസ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടുകൾ നിർബന്ധമാണ്. കൃത്യമായിട്ട് അക്കൗണ്ടുകൾ നൽകേണ്ടതുണ്ട്. ബിസിനസിന്റെ സാമ്പത്തികാവസ്ഥയും ബിസിനസിന്റെ ക്രെഡിറ്റ് വർത്തിനെസ്സും ബിസിനസിന്റെ ലോൺ റീപേയിങ് കപ്പാസിറ്റിയും ഒക്കെ പരിശോധിക്കുന്നത് അക്കൗണ്ടുകളിലൂടെയാണ്. സോ ഫോർ ഫർദർ എക്സ്പാൻഷൻ എ ബിസിനസ് മസ്റ്റ് ഹാവ് സഫിഷ്യന്റ് ഫണ്ട്സ്. ബിസിനസിന്റെ വിപുലീകരണത്തിന് തീർച്ചയായിട്ടും ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും എന്താണ്, ലോണുകൾ എടുക്കേണ്ടി വരും, വായ്പകൾ ആവശ്യമായിട്ട് വരും സ്ഥാപനത്തിന്. സോ ഫർദർ ഫണ്ട്സ് ക്യാൻ ബി റൈസ്ഡ് ബൈ ടേക്കിംഗ് ലോൺ ഫ്രം സം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ബാങ്ക്സ്. അപ്പോൾ ബാങ്കുകൾ പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ ബിസിനസ് വിപുലീകരണത്തിനും ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും. These financial institutions lend money on the basis of profitability and soundness of the business enterprise. അപ്പോൾ ഒരു ബാങ്കിങ് സ്ഥാപനം ലോൺ കൊടുക്കണമെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ലോൺ അനുവദിക്കണമെങ്കിൽ അവരുടെ സാമ്പത്തിക സുസ്ഥിതിയും അവരുടെ ലോൺ റീപേയിങ് കപ്പാസിറ്റിയൊക്കെ നോക്കിയിട്ടാണ്. ആ ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റിയും അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തിക ഭദ്രതയും നോക്കിക്കൊണ്ടാണ്. The profitability and soundness can be measured by the trading profit and loss account and balance sheet. അപ്പൊ ഇതൊക്കെ ബാങ്കുകളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നോക്കിക്കൊണ്ടാണ്. അപ്പൊ ലോൺ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകൾ പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ ബിസിനസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നൽകേണ്ടി വരും. അപ്പോൾ അക്കൗണ്ടിങ് എന്തിനും സഹായിക്കുന്നുണ്ട്? ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോണുകൾ റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വായ്പകൾ എടുക്കുന്നതിന് പോലും സഹായിക്കുന്നുണ്ട്. And lastly speaking, it helps in the compliance of law. അപ്പോൾ പല നിയമങ്ങളും അനുസരിച്ച് പല നികുതികളും ബിസിനസ് സ്ഥാപനങ്ങൾ അടയ്ക്കേണ്ടതുണ്ട്. ആ നിയമം അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നതിന് അക്കൗണ്ടുകൾ സഹായിക്കുന്നു. That is compliance of law. Every business has to deal with various government departments like income tax, sales tax, customs and excise, etc. Various periodic returns are to be filed with these departments. Accounting helps in the preparation and filing of such returns. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം നിയമപരമായിട്ട് പലർക്കും എന്താണ്, കൃത്യമായിട്ട് കണക്കുകൾ കൊടുക്കേണ്ടതുണ്ട്, റിട്ടേണുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിസിനസ് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇൻകം ടാക്സ് അതോറിറ്റീസിന്, അല്ലെങ്കിൽ സെയിൽ ടാക്സ്, അല്ലെങ്കിൽ GST-യുമായിട്ട് ബന്ധപ്പെട്ട അനവധി റിട്ടേൺസ് നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ കസ്റ്റംസ് എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട പല കണക്കുകളും കൊടുക്കേണ്ടതുണ്ട്.
അപ്പൊ ഇത്തരം കണക്കുകൾ നിയമപരമായിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഏറെ സഹായിക്കുന്നു. സോ ദീസ് ഓൾ ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. ബട്ട് അക്കൗണ്ടിങ് ഓൾസോ സഫേഴ്സ് ഫ്രം സർട്ടൻ ലിമിറ്റേഷൻസ്. അക്കൗണ്ടിങ്ങിന് ചില പരിമിതികൾ കൂടി നമുക്ക് ഉണ്ടെന്ന് കാണാം. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്? വാട്ട് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിന്റെ പരിമിതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. The first point is recording only monetary items. നമ്മൾ കാണുകയുണ്ടായി അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നത് പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ബിസിനസ്സിൽ പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ബിസിനസിനെ ബാധിക്കുന്ന നടക്കുന്നുണ്ട്. അവയെ കണക്കിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. That is the first serious limitation. Recording only monetary items. As per accounting principles, only the events measurable in terms of money are recorded in the books of accounts. കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയുന്നത് പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. But events of great importance, if not measurable in terms of money, are not accounted for. എന്നാൽ പലപ്പോഴും ബിസിനസ്സിൽ പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്ത എന്നാൽ ബിസിനസിനെ ഗൗരവമായിട്ട് ബാധിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നടക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ജീവനക്കാരുടെ സമരം. ജീവനക്കാര് സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്തു, അല്ലെങ്കിൽ മാനേജ്മെന്റും അവിടുത്തെ വർക്കേഴ്സ് തമ്മിൽ എന്താണ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ട്. അത് കണക്കിൽ രേഖപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ ബിസിനസിനെ ഗൗരവമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണത്. അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, നല്ല കാര്യക്ഷമമായ മാനേജ്മെന്റ് ആണ് നമ്മുടെ ബിസിനസിന്റെ വിജയത്തിന് അടിസ്ഥാനം. അത് കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ബിസിനസ്സിൽ സ്വാധീനം ചെലുത്തുന്നവ അനവധി ഉണ്ടെങ്കിലും അവ കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയുന്നില്ല. ഫോർ ദാറ്റ് റീസൺ recorded accounting information fails to exhibit the exact financial position of the business concerned. അപ്പോൾ പല കാര്യങ്ങളും കണക്കിൽ രേഖപ്പെടുത്താൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് കണക്കുകൾ പലപ്പോഴും എന്താണ് ബിസിനസിനെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ ചിത്രം നൽകുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. Then secondly, another limitation, it ignores time value of money. Accounting ignores time value of money. പണത്തിന് സമയപരമായ ഒരു മൂല്യമുണ്ട്. വർഷങ്ങൾ കഴിയും തോറും പണത്തിന്റെ മൂല്യം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കറിയാം. 10 വർഷം മുന്നേ 10 രൂപ കൊണ്ട് വാങ്ങാൻ കഴിയുന്ന കാര്യങ്ങൾ ഇന്ന് ചിലപ്പോൾ എന്താണ് 100 രൂപ നൽകേണ്ടി വരുന്നു. അപ്പോൾ പണത്തിന്റെ മൂല്യം 10-1 കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ വർഷം കഴിയും തോറും പണത്തിന്റെ മൂല്യം കുറയുന്നു. Under the accounting system, money value is treated constantly. അപ്പോൾ 10 വർഷം മുന്നേ 1 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് വാങ്ങിയ ലാൻഡിന് ഇപ്പോഴും എന്താണ് കണക്കിൽ ആ 1 ലക്ഷം എന്നായിരിക്കും ഉണ്ടാവുക. അന്നത്തെ 1 ലക്ഷവും ഇന്നത്തെ 1 ലക്ഷവും തമ്മിൽ എന്താണ് തുല്യമാണെന്ന് പറയാൻ പറ്റുമോ? പണത്തിന്റെ മൂല്യം കുറയുകയാണ്. അപ്പോൾ അന്ന് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലത്തിന് ഇന്ന് 10 ലക്ഷം രൂപ ഉണ്ടാവാം. എന്നാൽ കണക്കുകളിൽ ഒരിക്കലും എന്താണ് പണത്തിന്റെ സമയപരമായ മൂല്യം പരിഗണിച്ചുകൊണ്ട് വില മാറ്റി രേഖപ്പെടുത്തുന്നില്ല. So it ignores the time value of money. We know the value of money always changes due to inflation. അപ്പൊ നാണയപ്പെരുപ്പത്തിലൂടെ പണത്തിന്റെ മൂല്യം കുറയുന്നു. ഇൻഫ്ലേഷൻ ആ നാണയപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ വില നിലവാരം കൂടുന്നു, പണത്തിന്റെ മൂല്യം കുറയുന്നു എന്നർത്ഥം. Under the existing accounting systems, accounts are maintained considering historical cost, ignoring the current changed value. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ എപ്പോഴും എന്താണ് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് ഓഫ് ചെയ്ത വിലയിലാണ് കാര്യങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ ആ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് സമ്പ്രദായമാണ്. നമുക്ക് ആക്ച്വലി ഇൻക്വയറി ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചെലവഴിച്ച തുക മാത്രമേ കണക്ക് എഴുതുകയുള്ളൂ. ആ അന്ന് ചെലവഴിച്ച ആ പണത്തിന്റെ ഇപ്പോഴുള്ള മൂല്യത്തില് വിലകൾ പുതുക്കി നമ്മൾ രേഖപ്പെടുത്താറില്ല. അപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി
ഇഗ്നോർ ചെയ്യുന്നു അക്കൗണ്ടിങ് എന്നുള്ളതും ഒരു പരിമിതിയാണ്. കാരണം പണത്തിന്റെ മൂല്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഒരു അസറ്റ് 10,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ ഒരു അസറ്റ് ചിലപ്പോൾ ഇപ്പോൾ എന്താണ് അതിൽ കൂടുതൽ മൂല്യമായിരിക്കാം. വർഷങ്ങൾക്ക് മുന്നേ 10,000 രൂപ കൊടുത്ത് വാങ്ങിയൊരു അസറ്റാണ്. ആ 10,000-ൽ നിന്ന് 10,000 രൂപ എന്ന് കണക്കിൽ രേഖപ്പെടുത്തിയാൽ ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. 10 വർഷം മുന്നേയുള്ള 10,000 രൂപയ്ക്ക് ഇന്ന് ചിലപ്പോൾ എന്താണ് ആ മൂല്യം ഉണ്ടാവില്ല. എന്നാൽ കണക്കിൽ ഇത്തരത്തിൽ ടൈം വാല്യൂ ഓഫ് മണി പരിഗണിക്കുന്നില്ല എന്നുള്ള പരിമിതിയുണ്ട്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് റെക്കമെൻഡേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ്. അക്കൗണ്ടിങ്ങിൽ പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഡിപ്രീസിയേഷൻ, തേയ്മാനം കണക്കാക്കാൻ പല രീതികളുണ്ട്. അല്ലെ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ക്ലോസിംഗ് സ്റ്റോക്ക്, വിൽക്കാത്ത ബിസിനസ്സിൽ റിമൈൻ ചെയ്യുന്ന ആ സ്റ്റോക്കിന്റെ വില നിശ്ചയിക്കുന്നതിന് പല മാനദണ്ഡങ്ങൾ, പല രീതികളുണ്ട്. അങ്ങനെ അക്കൗണ്ടിങ്ങിൽ അനവധി രീതികൾ അവിടെ ലഭ്യമുണ്ട്. ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആർ അവൈലബിൾ ഇൻ അക്കൗണ്ടിങ്. അപ്പോൾ പല ബിസിനസ് സ്ഥാപനങ്ങളിലും പല രീതികളായിരിക്കും ചിലപ്പോൾ അവലംബിക്കുന്നത്. There exists an application of alternative methods in determining depreciation of assets and stock valuation, etc. Information regarding the activities of the business is expressed in a misleading way if an alternative method is used to achieve a particular object. അപ്പോൾ ചില അവസരങ്ങളിൽ ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അവർക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതികൾ ഉപയോഗിച്ച് കണക്കുകൾ തയ്യാറാക്കാറുണ്ട്. അത് പലപ്പോഴും എന്താണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയാക്കാറുണ്ട്. അപ്പോൾ ഈ വിവിധ രീതികൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും വിൻഡോ ഡ്രസ്സിങ്ങിന് കാരണമാകാറുണ്ട്. ഇറ്റ് മേ ലീഡ് ടു വിൻഡോ ഡ്രസ്സിങ്. എന്താണ് വിൻഡോ ഡ്രസ്സിങ്? കണക്കുകളില് അമിത ലാഭം കാണിക്കുന്ന സാഹചര്യമുണ്ട്. യഥാർത്ഥ ലാഭം മറച്ചു വെച്ചുകൊണ്ട് അമിത ലാഭം ബിസിനസ്സിൽ കാണിക്കാൻ ചിലപ്പോൾ ചില ചെലവുകൾ കണക്കിൽ എഴുതാതിരുന്നാൽ മതി. ആ ചെലവുകൾ പിന്നീടുള്ള വർഷങ്ങളിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ആ ചെലവുകൾ കൃത്യമായിട്ട് കണക്കിൽ എഴുതാതെ വരികയാണെങ്കിൽ അവിടെ ലാഭം വർദ്ധിപ്പിച്ച് കാണിക്കാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഇല്ലാത്ത ലാഭം കണക്കുകളിലൂടെ ഉണ്ടെന്ന് വരുത്തി തീർക്കൽ വിൻഡോ ഡ്രസ്സിംഗ് ആണ്. അപ്പൊ യാഥാർത്ഥ്യമാണ് വെളിപ്പെടാതെ പോകുന്നു. പുറമേയുള്ളവർ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നല്ല ലാഭം ബിസിനസ്സിനുണ്ട് എന്നുള്ള തെറ്റായ വിവരം ആയിരിക്കും അവർക്ക് ലഭിക്കുക. അതിനാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുക. അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ കൂടുതൽ ആകർഷകമാക്കുക, കൂടുതൽ ലാഭം ഉണ്ടെന്ന് വരുത്തി തീർക്കുക. യഥാർത്ഥ ചിലവുകൾ പലതും കണക്കിൽ രേഖപ്പെടുത്താതെ അവിടെ എന്താണ് ലാഭം വർദ്ധിപ്പിച്ചു കാണിക്കുന്ന പ്രവണതകൾ ബിസിനസ് സ്ഥാപനങ്ങൾക്കുണ്ട്. അപ്പൊ ഇങ്ങനെ വിവിധ രീതികൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പല ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് അക്കൗണ്ടിങ്ങിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ ഓരോ കാര്യം ചെയ്യുന്നതിനും വ്യത്യസ്ത രീതികൾ ഉണ്ടെങ്കിൽ ആ വ്യത്യസ്ത രീതികൾ ആ ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അവരെന്താണ് വിൻഡോ ഡ്രസ്സിങ്ങിന് അത് കാരണമാക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ആക്ഷൻസ് ടേക്കൺ ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഒക്കെ എന്താണ് സ്ഥാപനം മികച്ചതാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ആ വിൻഡോ ഡ്രസ്സിങ്ങിനുള്ള സൗകര്യങ്ങൾ അക്കൗണ്ടിങ്ങിൽ പലരും പ്രയോഗിക്കുന്നു. കാരണം എന്താണ് there are alternative methods available in accounting. അപ്പോൾ അവിടെ വ്യത്യസ്ത രീതികൾ അവലംബിക്കാൻ കഴിയും. അപ്പോൾ ഓരോ സ്ഥാപനം വ്യത്യസ്ത രീതികൾ അവലംബിച്ചാൽ നമുക്കറിയാം അവിടെ ഏത് ഗുണവും നഷ്ടപ്പെടും? കമ്പയറബിലിറ്റി എന്നുള്ള ഗുണവും നഷ്ടപ്പെടും. ഒരു സ്ഥാപനത്തിലെ കണക്കുകൾ മറ്റൊരു സ്ഥാപനത്തിലെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയാതെ വരും. കാരണം ഓരോ സ്ഥാപനവും അവർക്ക് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത രീതികൾ അവലംബിക്കുമ്പോൾ ഇത്തരം കമ്പയറബിലിറ്റി എന്നുള്ള ഗുണവും അതിന് നഷ്ടപ്പെടാം. അപ്പൊ ഇത്തരം ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ലഭ്യമാണെന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ലിമിറ്റേഷൻ.
And fourthly speaking, it is only a postmortem analysis. കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ഒരു രേഖപ്പെടുത്തൽ മാത്രമാണ്. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിനെ പലപ്പോഴും പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നടന്നു കഴിഞ്ഞ കാര്യങ്ങളെയാണ് അവിടെ വിശകലനം ചെയ്യുന്നത്. കാരണം ഹിസ്റ്റോറിക്കൽ നേച്ചറിലുള്ളതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ മാത്രമാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. ഭാവിയിലേക്കുള്ള പ്രോഫിറ്റിനെ നമുക്ക് അത് വെച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അല്ലെ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അക്കൗണ്ടിൽ രേഖപ്പെടുത്താറില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാത്രമാണ്. ഇറ്റ് ഈസ് ഓൺലി എ ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ, സോ ഇറ്റ് ഈസ് റിഗാർഡ് ആസ് എ പോസ്റ്റ്മോർട്ടം അനാലിസിസ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പൊ കഴിഞ്ഞുപോയ കാര്യങ്ങളെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തുക, കണക്കുകളിൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് അതിനെ ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് എന്ന് വിശേഷിപ്പിക്കാം. ഇൻ അക്കൗണ്ടിങ് പാസ്റ്റ് ഇവന്റ്സ് ആർ ഓൺലി റെക്കോർഡഡ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിൽ രേഖപ്പെടുത്താറുള്ളൂ. ബട്ട് നാച്ചുറലി ദർ ഈസ് നോ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ഇവന്റ്സ് ദാറ്റ് മേ ഒക്കർ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ നാളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇറ്റ് റെക്കോർഡ്സ് ഓൾ ദ ട്രാൻസാക്ഷൻ ഓൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് and does not consider the changes happen in the future. It's just a post-mortem of the cost recorded in the books of accounts. അപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് മാത്രമേ അവിടെ അക്കൗണ്ടിങ്ങിലൂടെ നടക്കുന്നുള്ളൂ. അത് പലപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമാക്കുന്നില്ല. we cannot control the past. കഴിഞ്ഞുപോയ കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പൊ കഴിഞ്ഞുപോയ കാര്യങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് പലപ്പോഴും എന്താണ്, നാളേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പലപ്പോഴും സഹായമായില്ല എന്ന് വരും. അപ്പോൾ ഫ്യൂച്ചർ റിലേറ്റഡ് മാറ്റേഴ്സ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പരിമിതി. ആൻഡ് ലാസ്റ്റ്ലി സ്പീക്കിംഗ്, മെയിൻറ്റെയിനിങ് സീക്രസി ഈസ് ഓൾസോ എ പ്രോബ്ലം കൺസേൺ വിത്ത് അക്കൗണ്ടിങ്. രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൽ പലപ്പോഴും പ്രയാസകരമാണ്. കാരണം അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന അനവധി പേർ ചേർന്നുകൊണ്ടാണ്. വൻകിട സ്ഥാപനങ്ങളിൽ നമുക്കറിയാം ഒരുപാട് വ്യക്തികൾ ചേർന്നുകൊണ്ടാണ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. സോ സീക്രസി കനോട്ട് ബി എൻഷുവർഡ് ഫോർ ദ ഇൻവോൾവ്മെന്റ് ഓഫ് മെനി എംപ്ലോയീസ് ഇൻ ദ അക്കൗണ്ടിംഗ് വർക്ക്. അനവധി പേർ അക്കൗണ്ടുകൾ ചെയ്യുമ്പോൾ അവിടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് മെയിൻറ്റെയിനിങ് സീക്രസി ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ അക്കൗണ്ടിംഗ് വർക്ക്. അക്കൗണ്ടുകളാണ് നമുക്കറിയാം, അത് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും അക്കൗണ്ടുകളുടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസകരമായിട്ട് കാണാറുണ്ട്. സോ ദീസ് ഓൾ ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി അക്കൗണ്ടിങ്ങിന് ചില പരിമിതികളുണ്ട്. എന്നാൽ ഈ പരിമിതികൾ ഓവർകം ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ്ങിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് ഒക്കെ ആ വഴിക്കുള്ള ശ്രമങ്ങളാണ്. അക്കൗണ്ടിങ്ങിന്റെ പരിമിതികൾ ഓവർകം ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ ശാസ്ത്രീയമാക്കാനും അതിനെ കൂടുതൽ സ്ഥാപനത്തിന് പ്രയോജനകരമാക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നിർണായക തീരുമാനങ്ങൾ എടുക്കാനും ബിസിനസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ബിസിനസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും അനിവാര്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. Then next we shall discuss about what are the differences between accounting and bookkeeping. ഈ രണ്ട് പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടതാണ്, ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ബുക്ക് കീപ്പിങ്ങിനെ പറയുകയുണ്ടായി. അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രൈമറി ഫംഗ്ഷനാണ്. കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക, ഇടപാടുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രാഥമിക ഘട്ടമായിട്ടുള്ള പ്രവർത്തനമാണെന്ത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്? ഫസ്റ്റ്ലി we know bookkeeping is recording of business transactions in a set of books. ഒരു കൂട്ടം ബുക്കുകളിൽ ബിസിനസ്സിൽ നടക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന പ്രവർത്തനമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുക. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്.
But in accounting, we know, apart from this primary function, accounting also deals with the analysis and interpretation of recorded data. അപ്പോൾ ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കൽ മാത്രമല്ല അക്കൗണ്ടിങ്, അതിനു പുറമെ ആ ഇടപാടുകളെ വിശകലനം ചെയ്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയുണ്ട്. സോ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റെക്കോർഡഡ് ഡേറ്റ ഈസ് ഓൾസോ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ ഒരു പാർട്ട് മാത്രമാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലെ ഒരു പ്രൈമറി ഫംഗ്ഷൻ മാത്രമാണ്, ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ആ പ്രവർത്തനം മാത്രമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. And secondly, bookkeeping focuses on maintaining the books of accounts. Various books of accounts maintain ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബുക്ക് കീപ്പിംഗ്. But accounting focuses on providing information to the stakeholders. Users of information, അല്ലെങ്കിൽ various stakeholders, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൽപര കക്ഷികൾക്ക്, അല്ലെങ്കിൽ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപയോക്താക്കൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുന്നതിലാണ് അക്കൗണ്ടിങ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആൻഡ് thirdly speaking, bookkeeping is quite procedural in nature. അവിടെ നടപടിക്രമങ്ങൾക്കാണ് പ്രാധാന്യം. ഇടപാടുകൾ എങ്ങനെ രേഖപ്പെടുത്തി വെക്കാം, അതിന് നടപടിക്രമങ്ങളിലാണ് കൂടുതൽ ബുക്ക് കീപ്പിംഗിൽ അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. സോ ബുക്ക് കീപ്പിംഗ് ഈസ് മോർ പ്രൊസീജിയറൽ ഇൻ നേച്ചർ. ആ പ്രൊസീജിയേഴ്സിലാണ്, ആ നടപടിക്രമങ്ങളിലാണ് പ്രാധാന്യം. ബട്ട് അക്കൗണ്ടിങ് വി നോ ഇറ്റ് ഈസ് അനലിറ്റിക്കൽ ഇൻ നേച്ചർ. വിശകലനാത്മകമാണ്. കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം അക്കൗണ്ടിങ്. സോ ഇറ്റ് ഈസ് അനലിറ്റിക്കൽ ഇൻ നേച്ചർ. അക്കൗണ്ടിങ് ഈസ് analytical in nature, but bookkeeping is only procedural in nature. And fifthly speaking, fourthly, bookkeeping is mainly involved preparation of journal and ledger. Journal, ledger ഒക്കെ തയ്യാറാക്കാനാണ് പ്രധാനമായിട്ട് ഇവിടെ നടക്കുന്നത്, ബുക്ക് കീപ്പിംഗിൽ നടക്കുന്നത്. എന്നാൽ അക്കൗണ്ടിങ് it mainly involves preparation of the financial statements. Financial statements and its reporting. We know the financial statements for final accounts, profit and loss account, balance sheet പോലെയുള്ള ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുകയും അവ റിപ്പോർട്ട് ആയിട്ട് നൽകുകയും ആവശ്യക്കാർക്ക് വേണ്ട രീതിയിൽ അത് റിപ്പോർട്ടുകളായിട്ട് നൽകലുമാണ് അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും വരുന്നത്. ജേണൽ ലെഡ്ജർ പോലെയുള്ള കണക്ക് ബുക്കുകൾ തയ്യാറാക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ടും ബുക്ക് കീപ്പിംഗിൽ ചെയ്യുന്നത്. എന്നാൽ അവയിൽ നിന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പോലെയുള്ള വാർഷിക സാമ്പത്തിക രേഖകൾ തയ്യാറാക്കുകയും അവ വേണ്ടപ്പെട്ടവർക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കലുമാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. അഞ്ചാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് ഹെൽപ്സ് ഇൻ ഫ്യൂച്ചർ വെരിഫിക്കേഷൻ ആൻഡ് സെർവ്സ് ആസ് എ ലീഗൽ എവിഡൻസ്. അക്കൗണ്ടിങ് നേരെ തിരിച്ച് provides information for decision making. Decision making ന് വേണ്ട ഇൻഫർമേഷൻ ആണ് അക്കൗണ്ടിങ് പ്രദാനം ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗില് ഫ്യൂച്ചർ വെരിഫിക്കേഷൻ, വീണ്ടും പരിശോധിക്കാനും ഒരു ലീഗൽ എവിഡൻസ് ആയിട്ടാണ് ബുക്ക് കീപ്പിംഗ് വരുന്നത്. എന്നാൽ അക്കൗണ്ടിങ്ങിലോ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. Then last difference is that bookkeeping is a clerical job. ഒരു ക്ലർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ്. ബട്ട് അക്കൗണ്ടിങ് ഈസ് എ പ്രൊഫഷണൽ ജോബ്. അപ്പോൾ അധികം വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ആവശ്യമില്ല ഒരു ബുക്ക് കീപ്പർക്ക്. ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന വ്യക്തിയാണ് ബുക്ക് കീപ്പർ എന്ന് പറയുക. അപ്പോൾ ആ ബുക്ക് കീപ്പർ എന്ന് പറയുന്നത് പ്രൊഫഷണൽ യോഗ്യത ഉണ്ടാവണമെന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി എ ക്ലറിക്കൽ ജോബ്. ബട്ട് അക്കൗണ്ടിങ് ഈസ്, ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ എൻഗേജ് ചെയ്യുന്ന ഹയർ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. അതിന് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അതിന് ആവശ്യമാണ്. CA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അക്കൗണ്ടിങ് ഈസ് പ്രൊഫഷണൽ ജോബ്.
So these all are the differences between bookkeeping and accounting. The next topic we are discussing is about the accounting cycle. അക്കൗണ്ടിങ്ങിലെ നടപടിക്രമങ്ങൾ ഒരു സൈക്ലിക്കലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിന് ഒരു സൈക്ലിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പൊ അക്കൗണ്ടിങ് നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഒരു പ്രത്യേക സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒരു പ്രത്യേക ക്രമത്തിലാണ് അക്കൗണ്ടിങ്ങിൽ കാര്യങ്ങൾ നടക്കുന്നത്. ആ പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖലയ്ക്കാണെന്ന് പറയുക അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുക. എന്തൊക്കെ കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൽ ഈ സൈക്കിളിൽ വരുന്നത്? അക്കൗണ്ടിങ് സൈക്കിളിൽ വരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. ആദ്യമായിട്ട് ഇടപാടുകളെ തിരിച്ചറിയണം. സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചറുകൾ ഉപയോഗിച്ച് ഇടപാടുകളെ തിരിച്ചറിയണം. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. Thereafter we should record them in the journal. അവ ജേണലിൽ രേഖപ്പെടുത്തുന്നതാണ് രണ്ടാം ഘട്ടം അക്കൗണ്ടിങ്ങിന്. റെക്കോർഡിംഗ് ഇൻ ജേണൽ. ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ് ഇടപാടുകളെ ആദ്യം രേഖപ്പെടുത്തി വെക്കുന്നത്. ആ ജേണലിൽ ഇടപാടുകളെ രേഖപ്പെടുത്തലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് ഇതിനെ തരം തിരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് രേഖപ്പെടുത്തലാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ദെൻ നാലാമതായിട്ട് ചെക്കിംഗ് അരിത്തമെറ്റിക്കൽ ആക്യുറസി. കണക്കുപരമായ കൃത്യത ചെക്ക് ചെയ്യണം. ഡെബിറ്റിന് തുല്യമായ ക്രെഡിറ്റ് ഉണ്ടോ? അങ്ങനെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് തയ്യാറാക്കിയിട്ടാണ്. ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കി കണക്കുപരമായ കൃത്യത കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ്. ചെക്കിംഗ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി. ദെൻ അടുത്ത ഘട്ടത്തിൽ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബിസിനസിന്റെ വരവ് ചെലവുകൾ പരിഗണിച്ചുകൊണ്ട് ബിസിനസ്സിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് നിർണ്ണയിക്കുന്നു. ആറാമതായിട്ട് അടുത്തത് അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നു. അവയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. ബിസിനസ്സിന് ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടെത്തുന്നതിനും ബിസിനസ്സിന്റെ സാമ്പത്തിക അവസ്ഥ നിർണ്ണയിക്കുന്നതിനും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക. ദെൻ അവസാനമായിട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ദീസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ആവശ്യക്കാർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ വിവരങ്ങൾ പ്രദാനം ചെയ്യുക. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെയാണ് അക്കൗണ്ടിങ് പ്രൊസീജിയർ കടന്നു പോകുന്നത്. ഇവയാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു സൈക്ലിക്കൽ ഫ്ലോ ആണ്. അപ്പോൾ അവിടെ ചിത്രത്തിൽ ശ്രദ്ധിച്ചാൽ സോഴ്സ് ഡോക്യുമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. തുടർന്ന് ജേണലിലേക്ക് അതിനെ രേഖപ്പെടുത്തുന്നു. ദെൻ ലെഡ്ജറിലേക്ക് അതിനെ പകർത്തി എഴുതുന്നു. അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സൈക്ലിക്കൽ ഫ്ലോ ആണ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സൈക്കിളിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ വിശദമായിട്ട് കണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഫസ്റ്റ്ലി വി ഡിസ്കസ്ഡ് അബൌട്ട് ദ റോൾ ഓഫ് അക്കൗണ്ടിങ് by stating the advantages of accounting and the limitations of accounting. Thereafter we discussed about differences between accounting and bookkeeping. Bookkeeping and accounting നമ്മൾ വ്യത്യാസങ്ങൾ കണ്ടു. And also we have learned about the different procedures or steps involved in the accounting side. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വിടാം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.